എൻ്റെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലും ഉണ്ട്. എവിടെ അടിപിടിയുണ്ടോ അവിടെ എല്ലാ നാട്ടുകാർ കൂടും. അവരെ പിടിച്ചു മാറ്റാൻ മാത്രമായിരിക്കില്ല, കൂടുതൽ പേരും ആ അടിപിടി കണ്ട് ഹരം കൊള്ളാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ കൊണ്ടൽ സിനിമ എന്തായാലും കാണണം. സ്ക്രിപ്റ്റ് ഇച്ചിരി സിമ്പിളാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് വെറൈറ്റി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. പക്ഷെ ആക്ഷൻ നല്ലൊരു ഇടി കാണണമെങ്കിൽ ഈ മൂവി നല്ല അടിപൊളിയായിരിക്കും. RDX കണ്ടപ്പോഴും എനിക്ക് ഇത്രയും തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കൊണ്ടലും അടിപൊളിയായിരുന്നു. ഇടി സംബന്ധിച്ചിടത്തോളം ആ ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കടലിലാണ് ഇതിന്റെ മെയിൻ ഈവൻസ് എല്ലാം. അപ്പോൾ ആ കടലിലെ എനിക്ക് പൊതുവെ ഈ കടലുള്ള സിനിമകളെല്ലാം പൊതുവെ എനിക്കിഷ്ടമാണ്. കടലിന്റെ ആ ഒരു രംഗങ്ങളും ആ സീൻസും ആ ഷോർട്സും കാണിക്കുന്ന വ്യൂ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലോട്ട് കുറച്ചും കൂടെ ഞാൻ പ്രതീക്ഷിച്ചു, കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. രാജ്ബി ഷെട്ടിയൊക്കെ ആകെ കുറച്ച് സമയത്തേക്ക് പുള്ളിനെ കാണിക്കുന്നുള്ളൂ. കുറച്ചും കൂടെ ഒരു ക്യാരക്ടർ, കുറച്ചും കൂടെ ഒരു ഡെവലപ്മെന്റ് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ പ്ലോട്ട് അടിപൊളിയായിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടെ അടിപൊളിയായേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷെ പൊതുവെ ആക്ഷൻ പടങ്ങളൊന്നും അങ്ങനെ സ്ക്രിപ്റ്റ് ഒത്തിരി ഡെവലപ്പ് ചെയ്യാറില്ല, ആ ആക്ഷനായിരിക്കും മുൻഗണന കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്തതാവാം, എനിക്കറിയില്ല. എന്തായാലും സിനിമ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പെപ്പേനെ പൊതുവെ ആക്ഷൻ പടത്തിൽ കാണാനാണ് ഇഷ്ടം. മറ്റുള്ള സിനിമേനേക്കാളും എനിക്ക് കുറച്ചും കൂടെ പുള്ളിയെ ഒരു ഇടിക്കാരനായിട്ട് കാണുന്നതാണ് ഇഷ്ടം. ഞാൻ വെറുതെ സിനിമ കാണാൻ വളരെ റിലാക്സ്ഡ് ആയി. ഞാൻ ട്രെയിലർ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഞാൻ ജസ്റ്റ് നേരെ പോയി കണ്ട ഒരു സിനിമയായിരുന്നു കൊണ്ടല്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലെ ആ ഒരു ഇടി കാണാനുള്ള ആ ഒരു ഹരം ഭയങ്കരമായിട്ട് ഇത് കൂട്ടി. അങ്ങനെ ഇടിക്കടാ ഇങ്ങനെ ഇടിക്കടാ എന്നൊക്കെ അവസാനം ഞാൻ പറയാൻ തുടങ്ങി. അത്രയും എനിക്ക് എന്താ പറയാ, അത് അടിപൊളിയായിട്ട് വർക്കൗട്ടായി. അപ്പോൾ നിങ്ങളും എന്തായാലും പോയി കാണുക.